സത്യം പറ രേവതി, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ലെന്ന് പറഞ്ഞില്ലേ പാറു. സർ, ഞാൻ പോയിക്കോട്ടെ. കൈലാഷ് സാറിനോടെല്ലാം തുറന്ന് പറഞ്ഞാലോ? രഘുവിനെ കൊണ്ടുള്ള ശല്യം കൈലാഷ് സാറ് തീർത്തു തരും. വേണ്ട, ആ ദേഷ്യത്തിന് രഘു ആ വീഡിയോ എല്ലാവരെയും കാണിക്കും. പിന്നെ എനിക്ക് പുറത്തിറങ്ങി നടക്കാൻ കഴിയില്ല. പ്രിയൻ, രേവതിയുടെ കല്യാണക്കുറി പ്രിയൻ എനിക്ക് തന്നു. ഇതുപോലെ സ്വന്തം കല്യാണക്കുറി പ്രിയൻ എപ്പോഴാ എനിക്ക് തരാൻ പോകുന്നത്? പ്രിയനെന്താ മറുപടി പറയാത്തെ? അത് നമുക്ക് പിന്നെ സംസാരിക്കാം. ഓക്കെ ഓക്കെ. ഞാൻ പൊക്കോട്ടെ സർ, കുറച്ച് ജോലിയുണ്ട്. ശരി. ഇയാളുടെ ശരിയായ സ്വഭാവം അറിയുന്ന ഏതെങ്കിലും പെൺകുട്ടി ഇയാളെ കല്യാണം കഴിക്കാൻ തയ്യാറാവോ? ഇയാളെ കെട്ടാൻ തയ്യാറായി ഏതെങ്കിലും പെൺകുട്ടി വന്ന അവളായിരിക്കും ഈ ലോകത്തിലെ ഏറ്റവും വലിയ നിർഭാഗ്യവതി. ഞാനും പോയിക്കോട്ടെ സർ. ഓക്കെ. കൂട്ടം കമ്മിറ്റ്മെന്റ്സ് ഉണ്ട്. അതിനിടയിലാ അരവിന്ദ് എന്നെ ഇവിടെ പിടിച്ച് നിർത്തിയിരിക്കുന്നത്. അത്യാവശ്യ കാര്യം മാത്രം പറയൂ അരവിന്ദ്, എനിക്ക് പോണം. മുക്തി ഒന്ന് കാണാൻ പോലും കിട്ടുന്നില്ലല്ലോ. എപ്പോഴും ജോലി തന്നെ. കാലത്ത് വന്ന് നോക്കിയപ്പോ ലാപ്ടോപ്പിന് മുമ്പിൽ തപസിരിക്കുന്നു. ലാപ്പിന് മുന്നിൽ തപസരിക്കുന്നതേ സിനിമ കാണാനൊന്നും അല്ല അരവിന്ദ്. കൈലാഷ് ഒരു പുതിയ ഡിസൈൻ എനിക്ക് മെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനത് നോക്കുമായിരുന്നു. അരമണിക്കൂർ കഴിഞ്ഞ് വീണ്ടും വന്ന് നോക്കിയപ്പോ പിന്നെ എന്തൊക്കെയോ കണക്കുകൾ നോക്കുന്നു. അങ്കിൾ എന്നെ ഏൽപ്പിച്ച കുറെ ജോലികളുണ്ട്. കൃത്യസമയത്ത് അതൊക്കെ ചെയ്തു തീർക്കണ്ടേ? സിൻസിയറായി ജോലി ചെയ്യുന്നവർക്ക് ലാപ്ടോപ്പിൽ നിന്ന് കണ്ണു മാറ്റാൻ സമയം ഉണ്ടാവില്ല. ഓക്കെ ഓക്കെ, ഇനി അതിന്റെ പേരിൽ ചൂടാവണ്ട. ഞാൻ നല്ലൊരു മൂഡിലാ മുക്തയെ കാണാൻ വന്നത്. അത് സ്പോയിൽ ചെയ്യല്ലേ. ഞാൻ നിന്നെ കാണാനാ വന്നത്. കുറച്ചു നേരമെങ്കിലും ഇതൊന്ന് മാറ്റിവെക്ക്. അതെ, എന്റെ മുഖത്തേക്കൊന്ന് നോക്ക് പ്ലീസ്. എന്റെ മുഖം കാണാൻ അത്ര പോറൊന്നുമല്ലല്ലോ. അരവിന്ദിന് എന്താ വേണ്ടത്? ഈ ചോദ്യം കുറച്ച് സോഫ്റ്റ് ആയിട്ട് ചോദിക്കാൻ പറ്റുമോ? അരവിന്ദിന് എന്താ വേണ്ടതെന്ന് ഈ മധുരമൂർന്ന സ്വരത്തിൽ, കണ്ണുകളിൽ അല്പം പ്രണയമാവാം. അപ്പോ അതേ പ്രണയത്തോടെ ഞാൻ മറുപടി പറയും. എൻ്റെ മുക്ത, എനിക്ക് വേണ്ടത് നിന്നെയാണ്. നിന്നോടൊപ്പമുള്ളൊരു യാത്രയാണ്, നിന്നോടൊപ്പം ഒരു ഡിന്നറാണ്, നിന്നോടൊപ്പമുള്ള പ്രണയ നിമിഷങ്ങളാണ്. ഞാൻ വെറുതെ പറഞ്ഞതല്ല മുക്ത. ദിവസത്തിൽ 8 മണിക്കൂറോളം നമ്മൾ ഈ കമ്പനിയുടെ അകത്താ ചെലവഴിക്കുന്നത്. പക്ഷെ ഞാനൊരിടത്തും നീ മറ്റൊരിടത്തും. വല്ലപ്പോഴൊക്കെയാണ് നേരി കാണുന്നത്. കാണുമ്പോൾ സംസാരിക്കുന്നത് മുഴുവൻ ഒഫീഷ്യൽ മാറ്റേഴ്സാണ്. ഡിസ്കസ് ചെയ്യുന്നതെല്ലാം ഓർഡർ, കൺസൈൻമെന്റ്, എക്സ്പോർട്സ് തുടങ്ങിയ കാര്യങ്ങളാണ്. ഇവിടെ ഈ ഗാർമെന്റ്സിന്റെ ചട്ടക്കൂടിനകത്ത് കറങ്ങിക്കൊണ്ടിരിക്കുന്ന 2 യന്ത്രങ്ങളാണ് നമ്മൾ. മടുത്തു. കൃത്യമായിട്ട് സാലറി അക്കൗണ്ടിൽ വീഴുന്നില്ലേ? മാസാമാസം അക്കൗണ്ടിൽ വീഴുന്ന ശമ്പളത്തിന് വേണ്ടിയാണോ നമ്മളൊക്കെ ജീവിക്കുന്നത്? ഞാൻ എന്തായാലും അല്ല. എനിക്ക് നല്ല ആഗ്രഹങ്ങളുണ്ട്, സ്വപ്നങ്ങളും ഉണ്ട്. എൻ്റെ സ്വപ്നം മുക്തയുടെ ഒപ്പമുള്ള ജീവിതം. പിന്നെ ഇപ്പം എൻ്റെ ആഗ്രഹം മുക്തയുടെ ഒപ്പമുള്ള ഒരു ഔട്ടിങ്. ഇന്ന് പോയാലോ? ഈവനിങ്. കൈലാഷ് ഒരു ഡിസൈൻ മെയിൽ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ? എത്രയും പെട്ടെന്ന് സജഷൻ പറയണമെന്നാ കൈലാഷ് എന്നോട് പറഞ്ഞിരിക്കുന്നത്. ഇവിടുത്തെ ജോലി കഴിഞ്ഞിട്ട് വേണം അതുമായിട്ട് എനിക്ക് ഇരിക്കാൻ. ഇന്ന് ഏതായാലും പറ്റില്ല. പിന്നെ എപ്പ പറ്റും? ഞാൻ പറയാം. മുക്ത പറയൊന്നുമില്ല. ഔട്ടിങ്ങിനൊന്നും മുക്തയ്ക്ക് ഒരു താല്പര്യമില്ല. ഞാൻ എപ്പ വിളിച്ചാലും എന്തെങ്കിലും ഒരു റീസൺ പറഞ്ഞ് മുത്തു ഒഴിഞ്ഞു മാറും. എന്തെങ്കിലും റീസൺ അല്ല, ജെന്യുവൻ ആയിട്ടുള്ള റീസൺ മാത്രമേ ഞാൻ പറയാറുള്ളൂ. ഓക്കെ ശരി മുക്ത, നിന്നെ ഞാൻ പ്രണയിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ എത്രയായി. ആദ്യമൊക്കെ നിന്നോട് തുറന്നു പറയാൻ ധൈര്യമില്ലാത്തതുകൊണ്ട് നീ അറിയാതെ നിന്നെ ഞാൻ നോക്കി നിന്നതേ ഉള്ളൂ. തുറന്നു പറയാനുള്ള ധൈര്യം കാണിച്ചില്ലെങ്കിൽ എൻ്റെ പ്രണയം എൻ്റെ മനസ്സിൽ തന്നെ ചത്തൊടുങ്ങുന്നു മനസ്സിലായപ്പോൾ ധൈര്യം സംഭരിച്ച് നിന്റെ മുന്നിൽ ഞാൻ എൻ്റെ മനസ്സ് തുറന്നു. പക്ഷേ
അതൊന്നും കേൾക്കാൻ പോലും നിനക്ക് ടൈം ഉണ്ടായിരുന്നില്ല. നീ എപ്പോഴും ബിസിയല്ലേ. പക്ഷേ ഞാൻ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചപ്പോൾ തന്നെ സത്യഭാമ ആൻറ്റിക്ക് എനിക്ക് നിന്നോടുള്ള പ്രണയത്തിന്റെ ആഴം മനസ്സിലായി. നിന്നെ എനിക്ക് കല്യാണം കഴിച്ചു തരാമെന്ന് ആൻറ്റി വാക്കും തന്നു. ആൻറ്റി മനസ്സിലാക്കിയ പോലെ നീയും എൻ്റെ മനസ്സ് മനസ്സിലാക്കി മുക്ത. എനിക്ക് നിന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യണം. കുറേ സമയം നമുക്ക് നമ്മുടേതായ ലോകത്ത് കറങ്ങി നടക്കണം. ഫ്രീ ടൈം കിട്ടുമ്പോ ഞാൻ പറയാം. നീ പറഞ്ഞില്ലെങ്കിൽ ഞാൻ ആന്റിയെ വിളിക്കും. അരവിന്ദന്റെ കൂടെ പോണെന്ന് ആന്റി പറഞ്ഞാ നിനക്ക് അനുസരിക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. വേണ്ട, മമ്മിയോട് പറയുന്നു വേണ്ട. പറയില്ല. പക്ഷേ നീ എന്നോട് ഓക്കെ പറയണം. ഞാൻ എന്റെ ക്യാബിനിലുണ്ടാവും. നീ എന്നോട് ഓക്കെ പറഞ്ഞില്ലെങ്കിൽ ഞാൻ ആന്റിയെ വിളിക്കും. ഈ ശല്യം ഒന്ന് അവസാനിപ്പിക്കാൻ എന്താ ഒരു വഴി? ആ സാർ. എന്താടാ സാർ ഒരു ദിവസം ലീവായാൽ അന്ന് ഇവിടെ എല്ലാവരും തോന്നിയതുപോലെ നാഥനില്ല കളരി എന്ന് പറയാറില്ലേ, അതുപോലെ ഇവിടുത്തെ അവസ്ഥ. ഇന്നലത്തെ എൻ്റെ ബാക്കി ഇന്നും ഉണ്ടായി. ഈ സ്ഥാപനത്തിന്റെ അച്ചടക്കമൊക്കെ പോയി സാർ, അച്ചടക്കമൊക്കെ പോയി. എന്താടാ ഉണ്ടായത്? ചിട്ടി 20 പേര്, ആൾക്ക് 2000 വെച്ച് 20 നറുക്കെടുപ്പ്. എവിടെ വെച്ചാണെന്നോ? ഇവിടെ വച്ച്. എന്ന് വെച്ചാ ജോലി ചെയ്യാൻ ആർക്കും താല്പര്യമില്ല. ചിട്ടിയും നടത്തി അന്താക്ഷരിയും കളിച്ച് സമയം ബാക്കിയുണ്ടെങ്കിൽ ജോലി. അതാ ഇവിടെ എല്ലാവരുടെ നിലപാട്. നീ പറയുന്നത് സത്യമാണോ? സത്യമാണ് സാർ. ഇനി ഒരു ദിവസം കൂടെ സാർ ലീവ് എടുത്താൽ ഈ ഗാർമെന്റ്സിന്റെ കാര്യം പിന്നെ പറയാനുണ്ടായി. അവരിത് തലകീഴായി മറിക്കും. ആ പാർവതി ആയിരിക്കും ഇതിന്റെയൊക്കെ ലീഡർ അല്ലേ? അവൾക്ക് എന്തു ആവാലോ? അവളെ ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. അവളൊന്ന് കരഞ്ഞു കാണിച്ചാ കൈലാഷ് ചന്ദ്രകാശാളക്കിങ്ങോട്ട് വരുമല്ലോ. ഇവിടുത്തെ അച്ചടക്കമില്ലാണ്ടാക്കിയതേ അവൻ ഒരാളാ. പാർവതി മാത്രമല്ല സാർ, എല്ലാവരും ഉണ്ട്. നിഷയും ഉഷയും സാവിത്രിയും പ്രിയനും മോഹനും സൗന്ദര്യം ജയന്തി എല്ലാവരും ഉണ്ട്. പക്ഷെ എല്ലാവർക്കും ഈ ധൈര്യം നൽകിയത് പാർവതിയാണെന്നാ എനിക്ക് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും ഫസ്റ്റ് ചിട്ടി ഉഷയും നിഷയും അവൾക്ക് തന്നെ നൽകിയത്. ചിട്ടിയും ചൂതാട്ടത്തോടെ പാടില്ല നീ അവരോട് പറഞ്ഞില്ലേ? പറഞ്ഞു സാർ. പക്ഷെ ആര് കേൾക്കാൻ? സാറിനെ വില വെക്കാത്തവര് എന്നെ വില വെക്കോ? ഞങ്ങളുടെ കാശ്, ഞങ്ങളെ സ്ഥാപനം, ചോദിക്കാൻ നീ ആരാണെന്നാ അവരെന്നോട് ചോദിച്ചേ. ഇത് സാറിന് നേരെയുള്ള വെല്ലുവിളിയായിട്ടാ എനിക്ക് തോന്നുന്നത്. ഞങ്ങളിവിടെ കുട്ടിച്ചോറാക്കും, കരുണാകരൻ സാർ ഞങ്ങളെ എന്ത് ചെയ്യുന്ന അവരുടെ വെല്ലുവിളി. ഇപ്പോഴെങ്കിലും സാർ അവരെ നിയന്ത്രിച്ചില്ലെങ്കിൽ സാറിന്റെ മുമ്പിൽ വെച്ച് അവരിവിടെ കമ്പടി കളി വരെ നടത്തും. ഇതിനെല്ലാത്തിനും കാരണം ആ കൈലാഷ് ഒരാളാ. ശമ്പളം എണ്ണിക്കൊടുത്താൽ മാത്രം പോരാ, തൊഴിലാളികളെ മൂക്കയറിട്ട് പിടിക്കണമെന്ന് അവൻ MBA പഠിപ്പിച്ച സായിപ്പ് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവില്ല. അതിന്റെ കുഴപ്പാ അവന്റെ ഒരു. ഇവിടെ തോന്നിയാസം കാണിക്കുന്നവരൊക്കെ സ്ഥാനേ ഗേറ്റിന് പുറത്താ. അതെ സർ, ആദ്യം ചോദിക്കേണ്ടത് ഉഷയോടും നിഷയോടും. അവരാ ഇതെല്ലാം തുടങ്ങി വെച്ചത്. എല്ലാവരും ഒന്ന് പണി നിർത്തിയേ.